ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് ആശ്വാസം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് ഈ നടപടി. PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണല്ലേ? നഫുൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും അറസ്റ്റ് താൽക്കാലികമായി ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു. കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുകയും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് എസ് ജയശ്രീ എത്തുന്നത്. തനിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നടക്കം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജയശ്രീക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുതെന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാം പ്രതിയാണ് എസ് ജയശ്രീ എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എന്ന ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ചെമ്പുവാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടണമെന്നായിരുന്നു ആ ജയശ്രീ മിനിറ്റ്സിൽ വരുത്തിയിരുന്നത്. ഉടൻ തന്നെ ജയശ്രീ അടക്കം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലടക്കം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ജയശ്രീക്ക് ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.